ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണുവും കാർത്തികയും തമ്മിലുള്ള വിവാഹ ലെറ്റർ പൂജാമുറിയിലേക്ക് പൂജിക്കാൻ കൊണ്ടുവന്നതായിരുന്നു കാർത്തിക. എന്നാൽ അതിനിടയ്ക്കാണ് കാർത്തികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നത്. അതുകൊണ്ട് തന്നെ ലെറ്റർ അവിടെ വെച്ചിട്ട് തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു കാർത്തിക. അപ്പോഴേക്കും ആ ലെറ്റർ കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അഹങ്കാരത്തോടെയുള്ള സംസാരമാണ് താഴെ സത്യഭാമ എല്ലാവരോടും സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ശാരദാമ്മയോട് തന്നെ. ഈ സമയത്താണ് മുകളിൽ നിന്നും ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത്. അയ്യോ സത്യാമ്മേ എന്ന് പറഞ്ഞ് കാർത്തിക ഉറക്കെ വിളിക്കുകയാണ്. ഓടി വരണേ, തീ പിടിച്ചു എന്നൊക്കെയാണ് കാർത്തിക വിളിച്ചു പറയുന്നത്. എന്തായാലും ആ സമയത്ത് ശാലിനി സത്യഭാമയോടൊപ്പം താഴെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കാര്യത്തിലും ശാലിനിയുടെ മേൽ കുറ്റം വരുമായിരുന്നേനെ. പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് സത്യഭാമ. ആ തീ അണയ്ക്കാൻ കാർത്തിക പാടുപെടുന്നു. എന്തോ ഒരു സാധനം കൊണ്ട് തറയിലേക്ക് തള്ളിയിടുകയാണ് കാർത്തിക. എന്തായാലും ലെറ്റർ മുഴുവനായി കത്തിപ്പോകുന്നു. പെട്ടെന്ന് സത്യഭാമ മുകളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവും പൊന്നിയും ഒക്കെ പോകുന്നു. ശാലിനിയും എല്ലാവരും പോവുകയാണ്. ശാരദാമ്മയും പോകുന്നു. എന്നാൽ രാഘവന് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ രാഘവൻ അവിടെ ഇരിക്കുന്നു. എന്നാൽ പോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അവിടേക്ക് ചെന്നതും സത്യഭാമ ആ കാഴ്ച കാണുന്നു. എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് സത്യഭാമ. എന്നാൽ ആ കാഴ്ച കണ്ട വിഷ്ണുവിന് ഒരുപാട് സന്തോഷമാകുന്നു. പൊന്നിയും അവിടേക്ക് വന്നു, ശാലിനിയും അവിടേക്ക് വന്നു, ശാരദാമ്മയും വന്നു. ഇവർക്കെല്ലാം സന്തോഷമാകുന്നുണ്ട്. എടാ എന്താടാ നോക്കി നിൽക്കുന്നത്, തീ കെടുത്തടാ എന്ന് സത്യഭാമ പറയുമ്പോൾ മൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് വിഷ്ണു. പൊന്നിയോട് വെള്ളം എടുത്തിട്ട് വരാൻ പറയുകയാണ് ഭാമ. അങ്ങനെ പൊന്നി കുറച്ച് വെള്ളമെടുത്ത് ആ ലെറ്ററിൽ തളിച്ചു. അങ്ങനെ തീ അണഞ്ഞു. ഈശ്വര, എല്ലാം കത്തി നശിച്ചല്ലോ എന്ന് ഭാമ പറയുന്നു. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വിഷ്ണു. ഞാൻ ഒരുപാട് നാള് വിളക്ക് കത്തിച്ച പൂജാമുറിയാണിത്. നീ എന്ത് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക കാർത്തികയെന്ന് ശാലിനി മനസ്സിൽ വിചാരിക്കുന്നു. ഇത് നിനക്ക് ഈ വീടിന്റെ കാവൽ ദൈവങ്ങൾ തരുന്ന സൂചനയാണ്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക് എന്ന് ശാലിനി മനസ്സിൽ വിചാരിക്കുന്നു. എന്താ മോളെ ഉണ്ടായത്, എങ്ങനെയാ തീ പിടിച്ചത് എന്നൊക്കെ സത്യഭാമ കാർത്തികയോട് ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു, എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല സത്യാമ്മേ, വിളക്കിന് അറിയാതെ തീ പിടിച്ചതായിരിക്കും. ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ? അല്ല, കയ്യിൽ പൊള്ളലൊന്നും ഏറ്റില്ലല്ലോ എന്ന് ഭാമ ചോദിക്കുന്നു. കയ്യിൽ പൊള്ളലേറ്റാൽ ഒരല്പം തേൻ പുരട്ടിയാൽ മതി, പക്ഷേ മനസ്സിന് പൊള്ളലേറ്റാൽ അത് കുറച്ച് പാടാണ് സത്യാമ്മേ എന്ന് ശാരദാമ്മ പറഞ്ഞു. അല്ല, സങ്കടം ഉണ്ടാവുമെന്ന് പറഞ്ഞതാണെന്നും ശാരദാമ്മ. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യണം സത്യാമ്മേ എന്ന് പൊന്നി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, ഇതിപ്പോ ചാരമല്ലേ, വല്ല തെങ്ങിന്റെ മൂട്ടിലേക്ക് വിട്ടാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു താഴേക്ക് പോകുന്നു. പൊന്നി ഇപ്പോൾ തന്നെ പുതിയ കല്യാണക്കുറിക്ക് ഓർഡർ ചെയ്യാൻ പിള്ളയോട് പറയാൻ ഭാമ. ഉടനെ അത് എൻ്റെ കയ്യിൽ എത്തുകയും വേണമെന്നും ഭാമ പറയുന്നു. അങ്ങനെ പൊന്നി താഴേക്ക് പോയ സമയം സങ്കടത്തോട് നിന്ന കാർത്തികയോട് സത്യഭാമ പറയുന്നുണ്ട്, മോളെ സങ്കടപ്പെടുകയൊന്നും വേണ്ട, കൂടുതലൊന്നും പറ്റിയില്ലല്ലോ, മോള് വാ എന്ന് പറഞ്ഞ് സത്യഭാമ കാർത്തികയും കൊണ്ട് താഴേക്ക് പോകുന്നു. അതിനിടയിൽ ശാലിനിയെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. കാർത്തികയുടെ കൈതട്ടി വിളക്ക് മറിഞ്ഞതാണ്. കല്യാണ ലെറ്റർ എല്ലാം കരിഞ്ഞുപോയി, കത്തിപ്പോയി എന്നൊക്കെ പൊന്നി രാഘവനോട് പറയുന്നുണ്ട്. ഒരു കണക്കിനാണ് തീ കെടുത്തിയതെന്ന് പറയുമ്പോൾ രാഘവൻ പറയുന്നു, തീ കെടുത്തരുതായിരുന്നു, മനസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ ദൈവകോപമുണ്ടാകും, അതാണ് തീ കണ്ടത്. ഒരു പെണ്ണിന്റെ കണ്ണുനീരിന് പുറത്താണ് ഭാമ ഈ മുഹൂർത്തം കുറിച്ചിരിക്കുന്നത്. ചങ്ക് നീറി അവള് നിൽക്കുമ്പോഴാണ് പുതിയ മരുമകളെ വാനോളം പുകഴ്ത്തി കല്യാണ ലെറ്റർ പൂജിക്കാൻ കൊടുത്തു വിട്ടത്. പൂജിച്ചല്ലോ, എല്ലാം കണ്ടോണ്ട് ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്, അവൻ തീരുമാനിക്കും ഇനി ഇത് നടക്കണോ വേണ്ടയോ എന്നൊക്കെ രാഘവൻ പറയുന്ന സമയത്ത് വിഷ്ണുവും താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു. മോളെ, ഈശ്വരൻ നിന്റെ കൂടെയാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, ഇനി അത് അവനും കൂടി മനസ്സിലാകണമെന്നും രാഘവൻ പറയുന്നു. ശാരദാമ്മേ, നിങ്ങൾ ഒരുപാട് വേദനിച്ചാണ് ഇവിടെ നിന്നത് എന്നെനിക്കറിയാം, എന്ത് ചെയ്യാനാ, ഭാമയുടെ സ്വഭാവം അങ്ങനെയായി പോയി. തൽക്കാലം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെന്ന് രാഘവൻ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, അയ്യോ അങ്ങനെ പറയരുത്, സത്യാമ്മയുടെ സ്വഭാവം എനിക്കും അറിയാവുന്നതല്ലേ, ഞാനതൊന്നും കാര്യമാക്കി എടുക്കുന്നില്ല. എങ്കിൽ ഈ കല്യാണ ഒരുക്കങ്ങൾ നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, ഇത് നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഇത് നടക്കത്തില്ല. നാളുകൾ തമ്മിൽ പൊരുത്തം നോക്കി വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ്. ശാരദാമ്മ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോ, ഇപ്പോൾ ഈ കൺമുന്നിൽ നടന്നത് കൂടി ആയപ്പോൾ ഞാനതങ്ങ് ഉറപ്പിച്ചു, ഇനി ഈ വിവാഹം നടക്കില്ല, ഒരിക്കലും നടക്കില്ല, ഉറപ്പാണ് എന്നൊക്കെ രാഘവൻ പറയുന്നു. എന്നാൽ ഞാൻ എന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് പോവുകയാണ്. ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നു. വിഷ്ണുവും സങ്കടത്തോടെ അവരെ നോക്കുന്നു. ശേഷം കാണിക്കുന്നത് ശാലിനി അനുവിനെ വിളിച്ചു. അനു, ഇപ്പോൾ ഇവിടെ കല്യാണ ലെറ്റർ രണ്ടാമത് പ്രിന്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിരിക്കുകയാണ്. സത്യസന്ധമായ കാര്യത്തിനല്ലേ ദൈവമാണെങ്കിലും കൂട്ടുനിൽക്കൂ.
കല്യാണ ലെറ്റർ ഭഗവാന്റെ മുന്നിൽ പൂജിക്കുന്നതിനിടയിൽ കത്തിപ്പോയെന്ന് പറയുന്നു. ഇതിപ്പോൾ സത്യാമ്മ വിചാരിക്കുന്നത് പോലെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ തടയാൻ ഒരു മാർഗവും ഇല്ലേ എന്ന് അനു. മാർഗങ്ങളെല്ലാം അടഞ്ഞില്ലേ, ജയശങ്കറായിരുന്നു അവസാന പ്രതീക്ഷ എന്ന് ശാലിനി പറയുമ്പോൾ അനു പറയുന്നു, ഞാനും ചിന്തിക്കുന്നത് അതാണ്. കാർത്തികയെ കണ്ടിട്ട് താൻ അന്വേഷിക്കുന്ന പെൺകുട്ടി ഇതല്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരോ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് മാഡം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മലക്കം മറിയൽ ജയശങ്കറിൽ നിന്നും ഉണ്ടാവില്ല എന്നും അനു പറയുന്നു. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ജയശങ്കറിനെ പൊക്കിയേ പറ്റൂ. അത് ചെറിയ രീതിയിൽ പൊക്കിയാൽ പറ്റില്ല. അവൻ ജീവിതത്തിൽ ഇന്ന് വരെ ഞെട്ടാത്ത രീതിയിൽ ഞെട്ടിച്ചുകൊണ്ട് വേണം പൊക്കാൻ എന്ന് ശാലിനി പറയുമ്പോൾ അനു പറയുന്നു, മേഡം ആള് ഇവിടം വിട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആരൊക്കെയോ അവനെ സഹായിക്കുന്നുണ്ട്. എങ്കിൽ അതാര്? മൊഴി മാറ്റിയതിന് പിന്നിലുള്ള കാരണം അത് അവനിൽ നിന്ന് തന്നെ അറിയണമെന്ന് ശാലിനി. അറിയണം. അവൻ ഫ്രോഡിത്തരം കാണിച്ചപ്പോൾ തന്നെ അവൻ നമ്മുടെ മുന്നിൽ നോട്ടപ്പുള്ളി ലിസ്റ്റിലായില്ലേ. ഇപ്പോൾ അവൻ പെരുന്തുറ ഭാഗത്തുണ്ട്. അവിടെ എന്തോ ഒരു കളക്ഷൻ ഉണ്ട് അയാൾക്ക്. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, അവനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂ. നമ്മളെല്ലാം വിഡ്ഢികളാക്കിയിട്ട് അവൻ തലയുയർത്തി നടക്കരുതെന്നും ശാലിനി പറയുന്നു. ശേഷം കാണിക്കുന്നത് അനു പെരുന്തുറ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. അവിടെ 2-3 പേര് വരുന്നുണ്ട്. അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനു. ശാലിനി അവർക്ക് ചെയ്ത ഉപകാരങ്ങൾ അത് ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റുന്നതല്ല. ശാലിനി മേഡത്തിനു വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അനു പറയുന്നു ശാലിനി മേഡത്തോട്, അവൻ ഒരുത്തൻ നെറുകേട് കാണിച്ചിട്ട് അവൻ ഇതിലെ കൂടെ തലയുയർത്തി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒറ്റ നടപ്പേ നടക്കൂ, പിന്നെ നടക്കാൻ അവൻ്റെ മേളിൽ അവൻ കാലുണ്ടാകില്ല. പറ, ആരാണ് ഞങ്ങളുടെ മേഡത്തിനെ ദ്രോഹിച്ചത്? അവനെ കാണിച്ചു തന്നാൽ മാത്രം മതി, ബാക്കി പണി ഞങ്ങൾ ചെയ്തോളാമെന്നും അവർ പറയുന്നു. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അവൻ ഇവിടെ ഭാഗത്ത് എവിടെയോ ഉണ്ട്, പക്ഷേ മുന്നിലേക്ക് വന്ന് ചാടുന്നില്ല. ഈ ഭാഗത്തുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ അവനെ ഒടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് ചാടിച്ചോളാമെന്ന് പറയുന്നു. ഇനി ഒരു തരത്തിലും മേഡത്തിന് ശല്യമാകാത്ത തരത്തിൽ ചെറിയൊരു മൂക്കുകയർ, അതിൽ അവൻ ഒതുങ്ങിയില്ലെങ്കിൽ ആ കയർ അവൻ്റെ കഴുത്തിലോട് തൂക്കാമെന്നും. വലിയൊരു ഉപകാരമാണ് ശാലിനി മേഡം നമുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ഒരു പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ അവസരമാണ്. അവനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന അവൻ്റെ മോന്തയുടെ പടം വല്ലതുണ്ടോ കയ്യിൽ? ഉണ്ടെങ്കിൽ കാണിച്ചു തന്നാൽ മതി. ഈ പെരുന്തുറയിലില്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ പോയിട്ടാണെങ്കിലും ഞങ്ങൾ അവനെ പൊക്കും. പിന്നെ അവനോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്നുകൂടി ഒന്ന് പറഞ്ഞേക്കണം. എനിക്ക് വാഗൊണ്ടുള്ള സംസാരം അല്പം കുറവാണ്, അതുകൊണ്ടാണ് എന്നും അയാൾ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. ഒരു ഓട്ടോയിൽ ശാരദാമ്മ അവിടേക്ക് വരുന്നു. ഈശ്വര, ഈ മനുഷ്യരോട് ഞാൻ എന്ത് പറയും? ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ എന്നൊക്കെ ശാരദാമ്മ വിചാരിച്ച് അകത്തേക്ക് പോവുകയാണ്. ഗോപാലകൃഷ്ണൻ അവിടെ ഇരുന്നിട്ട് ഒന്ന് മിണ്ടാതെ പോകാൻ തുടങ്ങിയപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു, ശാരദയെ മക്കളുടെ വിശേഷമൊന്നും പറഞ്ഞില്ല. ഇതെന്താ? സത്യഭാമയുടെ വീട്ടിൽ പെൺമക്കളുടെ വിശേഷം അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവർ നിന്റെ നാവ് വലിച്ചൂരി എടുത്തോ? ഒന്നും മിണ്ടാതെ ശാരദാമ്മ വീണ്ടും അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ശാരദാമ്മയ്ക്കാണെങ്കിൽ എന്ത് പറയണം എന്ന് അറിയില്ല. നിന്നോടാണ് ഞാൻ ചോദിച്ചത്, ഉത്തരം പറയാൻ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാരദാമ്മ. കരയെ മാത്രം എന്ത് പറ്റി ശാരദ എന്നെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നു, നമ്മുടെ മോൾ ശാലിനി, അവളുടെ ജീവിതം തീർന്നു ഗോപാലേട്ട. എന്താ പറഞ്ഞത്? എങ്ങനെ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. എങ്ങനെ തീരാൻ പോകുന്നെന്നാ നീ പറഞ്ഞത്? നീക്കറിയാതെ കാര്യം എന്താണെന്ന് തെളിച്ച് പറയുന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നു, സത്യാമ്മ വിഷ്ണുവിൻ്റെയും അവിടെയുള്ള കാർത്തികയുടെയും വിവാഹം തീരുമാനിച്ചു. കല്യാണക്കുറി അച്ചടിച്ച് വന്ന് അവരാദ്യം ക്ഷണിച്ചത് എന്നെയാണ്. എന്തു വന്നാലും ആരെതിർത്താലും അത് നടത്തുമെന്ന് തന്നെയാണ് തീരുമാനം. പണ്ട് ആ മധുശ്രീയുമായിട്ട് പലതവണ മുടങ്ങിയ കല്യാണം ഇത്തവണ എന്തായാലും കാർത്തികമായി നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ മോൾക്ക് താലി കഴുത്തിലണിഞ്ഞ് വിധവയെ പോലെ അത് നോക്കി നിൽക്കേണ്ടി വരുമെന്നും ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. നമ്മുടെ സത്യമോൾക്ക് ഇനി അച്ഛ എന്ന് വിളിക്കാൻ വിഷ്ണു ഉണ്ടാകില്ല എന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവൾ അനാഥയാകും, ഉറപ്പാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറി പോകുന്നു. ഒരു ഷർട്ടിട്ട് വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. ഗോപാലേട്ട എങ്ങോട്ട് പോകുന്നു എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ആ സത്യഭാമയുടെ വീട്ടിലേക്ക്. ഈ രാത്രിയിലോ? എന്തിന് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, കൊല്ലാൻ. ആ സ്ത്രീയെ തന്നെ, സത്യഭാമയെ കൊല്ലാനോ? അതും സത്യഭാമയെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു, അതെന്താ? സത്യഭാമയെ ജീവനിൽ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചാകാതിരിക്കാൻ. നമ്മുടെ മോള് ജീവിച്ചിരിക്കുമ്പോൾ അവനെ കൊണ്ട് ഇനിയൊരു കല്യാണം കഴിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, വേണ്ട ഗോപാലേട്ട, സാഹസമൊന്നും കാണിക്കണ്ട. ആവശ്യത്തോടെ നിങ്ങൾ കയറി അക്രമം കാണിച്ചാൽ നമ്മുടെ മോൾക്കായിരിക്കും അതിൻ്റെ കേട്.
അവളൊരു ജില്ലാ കളക്ടറും കൂടിയാണ് എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അറിക്കങ്ങേ ആഫീസിൽ അവൾ ആദ്യമായിട്ടും അവസാനമായിട്ടും എൻ്റെയും നിന്റെയും മോളാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ വീണ്ടും പറയുന്നു, ഗോപാലേട്ട അങ്ങനെയല്ല, സ്വന്തം കൺമുന്നിൽ നിങ്ങൾ ഒരു വീട്ടുകാരെ ആക്രമിക്കാൻ ചെന്നാൽ അവൾക്ക് തന്നെ പോലീസിനെ വിളിക്കേണ്ടി വരും നിങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അറസ്റ്റോ ജയിലോ നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷേ നാളെ പത്രങ്ങളിലും മീഡിയയിലും ആഘോഷിക്കുന്നത് കളക്ടറെ പുച്ഛിച്ചായിരിക്കും. അച്ഛൻ കള്ളും കുടിച്ച് മരുമകന്റെ വീട് ആക്രമിക്കാൻ ചെന്നു എന്ന്. എന്താ അത് വേണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് തൽക്കാലം ഗോപാലേട്ടനൊന്ന് കേൾക്ക്, ഇപ്പോൾ അങ്ങോട്ട് പോവരുത്. നമുക്ക് വേണമെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാം. ഇപ്പോൾ ഒന്ന് അടങ്ങ് ഗോപാലേട്ട, ദയവ് ചെയ്ത് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. അതുകൊണ്ട് തന്നെ നിരാശയോടെ ഗോപാലകൃഷ്ണൻ അപ്പുറത്തേക്ക് പോകുന്നു. ഉമ്മറത്തേക്ക് പോയി അവിടെ വിഷമത്തോടെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണന് മക്കൾക്ക് വേണ്ടി ഇതുവരെയായിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മക്കളുടെ ജീവിതം സത്യഭാമയിട്ട് പണ്ട് തട്ടുന്നത് പോലെ തട്ടുകയാണ്. കളക്ടറായ ശാലിനിക്കും ഇതുവരെ സത്യഭാമയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിറ്റേ ദിവസം രാഘവനും രോഹിത്തും പിള്ളച്ചേട്ടനും സംസാരിക്കുകയാണ്. രാഘവൻ പറയുന്നുണ്ട്, ശാലിനി ഇവിടെയുള്ളത് എന്തായാലും നന്നായി, പക്ഷേ കാർത്തിക അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അവരെ ഭാര്യ ഭർത്താക്കന്മാരൊന്നുമല്ല, നമ്മുടെ മുന്നിൽ ഒരു അഭിനയം അത്രയേ ഉള്ളൂ എന്ന് രാഘവൻ പറയുമ്പോൾ രോഹിത് പറയുന്നു, എന്നാലും വെച്ചാൽ ഇത് എത്രയെന്ന് വെച്ചാൽ നാലാളെ കൂട്ടി കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ സത്യമ്മ, ഇനി അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ. എന്നാൽ അതേസമയം ഗോപാലകൃഷ്ണനും ശാരദാമ്മയും പിന്നെ അവിടുത്തെ ചില ആൾക്കാരും ഗേറ്റ് തള്ളി തുറന്ന് അവിടേക്ക് വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.